ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിഡിലൻ ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിഡിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചിക്കൻ ഫ്രാങ്കിൻ്റെ റെസിപ്പിയാണ്. അത് ഫ്രൈ ആക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്. അതിനിടെ ഞാൻ ചിക്കൻ ഫ്രാങ്ക് എടുത്തു. ഇതെല്ലാം ഹൈപ്പർ മാർക്കറ്റുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രാങ്കാണിത്. ചിക്കൻ്റെ ഇല്ലെങ്കിൽ ബീഫിൻ്റെ ഇതേപോലെ റോൾ പോലെ നമുക്ക് കിട്ടുന്നതാണ്. ലുലുവിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ മോറിലൊക്കെ ഇത് കിട്ടും. നമുക്കിതൊന്ന് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇതേപോലെ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ തിക്നെസ് അധികം കുറയ്ക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു അത്യാവശ്യം കട്ടിപ്പോട് കൂടി ഇതേപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിടുക. പിന്നീട് ഇതേപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് കളറ് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കളറുള്ള, അതായത് മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം കേട്ടോ മുളക് പൊടി ചേർക്കാനായിട്ട്. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരല്പം പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പെപ്പർ പൗഡർ ഇല്ല എങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ശകലം കൂടെ ഒരല്പം കൂടെ കൂട്ടിയിട്ടാൽ മാത്രം മതി. പിന്നീട് ഒരല്പം ഗരം മസാല പൗഡറും കൂടെ ചേർക്കുക. ഈ ചിക്കൻ ഫ്രാങ്കിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മളൊരല്പം ഒരു പൊടിക്ക് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കുക. ആ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് എരിവും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് മാത്രം ഒന്ന് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. 10-15 മിനിറ്റ് മാറ്റിയതിന് ശേഷമുള്ളതാണ്. പിന്നീട് അടുപ്പത്ത് പാൻ വെച്ച് ആ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ ചിക്കൻ ഫ്രാങ്ക് അതിലോട്ട് ചേർക്കുക. രണ്ട് സൈഡും നന്നായിട്ട് മറിച്ചും തിരിച്ചു വിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ടാണേ. പിന്നീട് ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുക. വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.